മൾട്ടി വിറ്റാമിൻ ഗുളികകൾ പതിവായി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് അമേരിക്കയിലെ ഹെൽത്ത് ഏജൻസി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണെന്ന് തോന്നുന്നു, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? മൾട്ടി വിറ്റാമിൻ, ആളുകളുടെ മുഴുവൻ വിചാരം എനിക്ക് പോഷകങ്ങൾ കിട്ടണം, ഫുഡ് സപ്ലിമെൻറ്റുകൾ വേണം, വിറ്റാമിൻ ഗുളികകൾ വേണം. വിറ്റാമിൻ ഗുളികകളൊക്കെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് അധിനിവേശ വൈദ്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മൾട്ടി വിറ്റാമിൻ ഗുളികകൾ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഒരു ബഗ് ദിവസവും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ഈ അധിനിവേശ വൈദ്യത്തിൻ്റെ ഡോക്ടർമാർ നമ്മളോടെല്ലാം ഉപദേശിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകളെയും മദ്യത്തിന് അടിമകളാക്കിയത് ഈ ഉപദേശമാണ്. ഇപ്പോൾ അമേരിക്കയിലെ സർജൻ ജനറൽ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്, മദ്യം ക്യാൻസറിന് കാരണം. അത് 1 തുള്ളിയായാലും 10 തുള്ളിയായാലും പെഗ്ഗായാലും മദ്യം ക്യാൻസറിന് കാരണം. ഈ അധിനിവേശ വൈദ്യം നമ്മെ മൊത്തമായി രോഗികളാക്കി, നമ്മുടെ ഖജനാവ് ചോർത്തിയെടുത്തു. ഇപ്പോൾ നമ്മുടെ ആരോഗ്യാവകാശം, നമ്മുടെ ശരീരത്തെ കൂടെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്, അടിമപ്പെടുത്തിയിരിക്കുകയാണ്. കോവിഡിൽ നമ്മളെ ഭീതിപ്പെടുത്തി വീടിൻ്റെ മൂലക്കാക്കി, എടുക്കാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പാർക്കിൽ പോകാൻ പറ്റില്ല, ബാങ്കിൽ പോകാൻ പറ്റില്ല, വിമാനത്തിൽ കയറാൻ പറ്റില്ല, ട്രെയിനിൽ കയറാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ ഭീതിപ്പെടുത്തി പഞ്ചായത്ത് മെമ്പർമാർ വന്ന്, പാർട്ടി നേതാക്കന്മാർ വന്ന് നിർബന്ധപൂർവം നമ്മളെ കൊണ്ട് വാക്സിൻ എടുപ്പിച്ചു. കുറേ പേര് മരിച്ച്, ചിലരൊക്കെ നഷ്ടപരിഹാരത്തിന് കോയമ്പത്തൂരിലുള്ള വിശ്വനാഥനുമൊക്കെ സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. ഓരോ കോടതിയും തള്ളുകയാണ്. കാരണം സർക്കാർ പറയുന്നത്, സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഇന്ത്യ ഗവൺമെൻറ് വച്ചിരിക്കുന്നു, കോവിഡ് വാക്സിൻ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് എന്തിനാണ് ഈ പച്ചക്കള്ളം പറയുന്നത്? എന്തിനാണ് ഗവൺമെൻറ് നമ്മെ ചതിക്കുന്നത്? എന്തിനാണ് പ്രധാനമന്ത്രി നമ്മളോട് നുണ പറയുന്നത്? പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. രാഷ്ട്രീയം എങ്ങനെയാണ് ആരോഗ്യത്തിൻ്റെ ഉള്ളിൽ കടന്നത്? പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് നമുക്ക് സമ്മാനമായിട്ട് വാക്സിൻ എടുത്താൽ കിട്ടിയിരുന്നത്. സുവിധയില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് നമുക്ക് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇങ്ങോട്ട് കടക്കാൻ എയർ ഫ്ലൈറ്റുകാർ സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് പച്ചക്കള്ളം ജനങ്ങളുടെ മുഖത്ത് നോക്കി, ചതിയന്മാരുടെ ഭരണകൂടം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയാണ്, ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല, അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പോയി എടുത്തതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് ചതിയന്മാരായ ഇന്ത്യൻ ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? കേരള സർക്കാരിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കോവിഡ് വാക്സിന് നഷ്ടപരിഹാരം കൊടുക്കാൻ അമേരിക്കയിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ് പറയണത്, ഞങ്ങൾക്കിതിലൊരു കാര്യമില്ല, ഞങ്ങളങ്ങോട്ട് നോക്കുകയോ ചെയ്യുകയല്ല, ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ബാങ്കിൽ പോകാനായിട്ട് വാക്സിൻ എടുക്കണമെന്നുള്ള നിർബന്ധം വന്നത്? ആരാണ് നിർബന്ധിച്ചത്? നരേന്ദ്രമോദി അറിയാതെ ആരാണ് ഈ നിയമങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിലുണ്ടാക്കിയത്? പിണറായി വിജയൻ അറിയാതെ ആരാണ് തീവണ്ടി കയറണമെങ്കിൽ, ബസ്സിൽ കയറണമെങ്കിൽ, ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ ഈ വാക്സിൻ എടുത്തിരിക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചത് ആരാണ്? ഇവരല്ലാതെ ആരാണ് നമ്മെ ഭരിക്കുന്നത്? ഇവരെയും ഭരിക്കുന്നവര് പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ഭരിക്കുന്നവർ ആര്? അതാണ് കൽപ്പറ്റ മാഷ് പറഞ്ഞ, നമ്മുടെ ആരോഗ്യത്തെ വരെ അന്യാധീനപ്പെടുത്തിയിരിക്കുന്ന കശ്മലന്മാർ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് എത്ര കോടിക്കാണ് ആഗോള ഭീമന്മാർ വാങ്ങിയത്? നടത്തുന്നത് മുഴുവനും പഴയ ആളുകളുടെ മുഖം വെച്ചുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ പുറകിൽ നിന്ന് ഇവരെ നിയന്ത്രിക്കുന്നത് കാശ് മുടക്കിയ കുത്തകകളാണ്, ആഗോള ഭീമന്മാരാണ്. കിംസ് ആശുപത്രിക്ക് 4000 കോടി, ഇവർക്ക് 2000 കിട്ടിയതെന്ന് തോന്നുന്നു. 2000 ഇവിടെ മുടക്കിയത്, കിംസിന് 4000 കോടിയാണ്. ഇപ്പൊ തന്നെ 1000-1500 കോടി മുടക്കിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് 2000 മുടക്കിയത് എന്തിനാണ്?
ഞാൻ എറണാകുളത്ത് ഒരു പത്രസമ്മേളനത്തിന് ചെന്നപ്പോൾ 25-ാം വർഷം പ്രമാണിച്ച് പത്രസമ്മേളനത്തിന് ചെന്നപ്പോൾ അവിടെ വലിയൊരു ബോർഡ് ഇരിക്കുകയാണ്, പത്രക്കാരുടെ ഒരു ആരോഗ്യ സംഗമം IMA നടത്തുകയാണ്. പത്രക്കാരെയൊക്കെ വിളിച്ച് IMA ഒരു ദിവസത്തെ പരിപാടി നടത്തുകയാണ്. അതിൻ്റെ ഈ 2000 കോടി അവർ മുടക്കുന്നതിൽ ഒരു 100 കോടിയെങ്കിലും മാധ്യമങ്ങളെ വിലക്കെടുക്കുക. 100 അല്ല, മാധ്യമങ്ങളെ എല്ലാം വിലക്കെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസി ഡ്രസ് നടത്തിയാണ് ഓരോരുത്തരും ഈ അടിമത്തത്തിൻ്റെ ദാസ്യപ്പണി ചെയ്യുന്നത്. ഞാൻ യുക്തിവാദികളുടെ ഒരു ബിഷപ്പ് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ളൊരു പ്രഭാഷണം കണ്ടു. എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻ്റാണ് അലോപ്പതി, അതുമാത്രമാണ് ശാസ്ത്രീയം. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗം മാറുന്നതിൻ്റെ എവിഡൻസ് അവർക്ക് കാണിച്ചു തരാനുണ്ടോ? അതില്ല. രോഗം ഞങ്ങൾ നോക്കി പരിശോധിക്കും, എല്ലാ ടെസ്റ്റും ചെയ്യും, ലോകത്തെവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല ചികിത്സയുള്ളതെന്നൊക്കെ അന്വേഷിച്ച് അതാണ് പ്രയോഗിക്കുന്നത്. അതാണ് എവിഡൻസ്. അതെന്ത് എവിഡൻസ്? അതാർക്ക് വേണം? രോഗം മാറുന്നതിൻ്റെ എവിഡൻസ് കൊണ്ടുവരൂ. പ്രമേഹം മാറ്റി തരുമോ? പ്രഷർ മാറ്റി തരുമോ? ഹൃദ്രോഗം മാറ്റി തരുമോ? അൾസർ, ആർത്രൈറ്റിസ്, തൈറോയിഡ് തകരാറ്, റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, ഏത് രോഗമാണ് നിങ്ങൾ മാറ്റിത്തരുന്നത്? നിങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ച് ഞങ്ങൾക്കെല്ലാം മരുന്ന് വിതരണം തുടങ്ങിയിട്ട് 50 കൊല്ലം, 100 കൊല്ലം, 200 കൊല്ലം, അതിനപ്പുറമൊന്നും ആയിട്ടില്ലല്ലോ. അതിനപ്പുറത്ത് ഈ ഭൂമിയിലെ മനുഷ്യവർഗം എത്രയോ നൂറ്റാണ്ടുകൾ ജീവിച്ചു. നിങ്ങളുടെ ആശുപത്രികൾ ഉണ്ടായിട്ടാ? നിങ്ങളുടെ ഓപ്പറേഷനുകൾ ഉണ്ടായിട്ടാണോ? നിങ്ങളുടെ എവിഡൻസ് പറയുന്നത് ഏത് എവിഡൻസാണ്? നിങ്ങൾ ഏത് രോഗത്തെയാണ് സുഖപ്പെടുത്തുന്നത്?